ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. സസ്യാഹാരങ്ങളിൽ പലതും മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ദീർഘസമയത്തെ യാത്ര മൂലം അവയിൽ പലതും വാടുകയും ഗുണനിലവാരം നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത് വിഭവങ്ങളിൽ വിഷാംശത്തിന്റെ അളവ് കൂട്ടുവാൻ കാരണമാകുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുന്നതിന് മുൻപ് അല്പസമയം ഉപ്പുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അടുത്തതായി മാംസം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് പ്രാധാന്യമേറിയ മാംസം വാങ്ങുമ്പോൾ തന്നെ ഫ്രഷ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓരോ മാംസത്തിന്റെയും സ്വഭാവം അനുസരിച്ച് മാട്ടിറച്ചിക്ക് ചുവപ്പ് നിറമായിരിക്കും. ആട്ടിറച്ചി അല്പം കൊഴുത്തിരിക്കും. ഇവ പരിശോധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. മാംസത്തിന് കടുത്ത ചുവപ്പോ പിങ്കോ ആണ് നിറമെങ്കിൽ അവ ഗുണനിലവാരം കുറഞ്ഞതെന്ന് വ്യക്തം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മാംസം -8 ഡിഗ്രി താപനിലയിലായിരിക്കണം വെക്കേണ്ടത്. കൂടാതെ ഇത് ബുച്ചറി ബാഗിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം. ഒരു തവണ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഇറച്ചി സാധാരണ താപനിലയിൽ എത്തിച്ച ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. ഇറച്ചി കഴുകി വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. കല്ലുപ്പിട്ട് നന്നായി തിരുമി കഴുകുക. ഇങ്ങനെ ചെയ്യുന്നത് ഇറച്ചിയിലെ ബ്ലഡിന്റെ അംശം മാറുവാനും ജേംസ്, ബാക്ടീരിയ പോലെയുള്ളവ ഇല്ലാതാക്കുവാനും സഹായിക്കും. മറ്റൊരു വിഭവമാണ് പാൽ. പാൽ വാങ്ങുമ്പോൾ പാൽ പാക്കറ്റിലെ പകുതി പാൽ എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് പൊട്ടിച്ച് നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. പകരം അടപ്പുള്ള പാത്രത്തിൽ വേണം ഇവ സൂക്ഷിക്കേണ്ടത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരിക്കൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കിയ ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് തിരികെ വെക്കാൻ പാടില്ല. ഹോട്ടൽ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് ഉടൻ തന്നെ കഴിക്കുവാനും ശ്രദ്ധിക്കണം. ഏതൊരു ഭക്ഷണ വിഭവത്തിന്റെയും പാക്കറ്റിലെ എക്സ്പയറി ഡേറ്റ് നോക്കാനും മറക്കരുത്. ഭക്ഷണം ശ്രദ്ധിക്കൂ, ആരോഗ്യം മെച്ചപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.